എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ലെക്സ് പ്ലേയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ മൊബ് ഫാമർ ഓക്കെ. അപ്പം ഞാനത് ഒരു വട്ടം കൂടി പൊളിച്ച് മാറ്റി വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് എന്നിട്ട് പോലും ഇതിനകത്ത് മോബ് വർക്കാവുന്നില്ല. മീൻസ് മൂന്നാമത്തെ വട്ടമാണ് ഞാൻ അത് റീബിൽഡ് ചെയ്യണം. അപ്പം ഈ മൂന്നാമത്തെ വട്ടം റീബിൽഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഇനി ഒരു പ്ലാൻ ചെയ്തു. അതായത് ഇനി നമുക്ക് മോബ് ഫാം ഉണ്ടാക്കണ്ട, നമ്മൾ എന്ത് ചെയ്യണം, സ്പോണർ കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് എന്തുണ്ടാക്കാം, നമുക്ക് ഫാം ഉണ്ടാക്കാം. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് സ്പോണറാണ് എനിക്ക് അത്യാവശ്യമുള്ള സ്പോണറാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് കണ്ടുപിടിക്കാൻ നിന്നത്. അപ്പം ഈ ഒരു സ്പോണറിൻ്റെ പേരാണ് സ്കെൽട്ടൺ സ്പോണർ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്കെൽട്ടൺ ഫാമാണ്. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ബോൺവില്ലി. ഓക്കെ, നമുക്ക് XP എത്ര ഉണ്ടെന്ന് കാര്യമില്ല, കാരണം നമുക്ക് ഇപ്പം XP വെച്ചാലുള്ള ആവശ്യങ്ങളൊന്നുമില്ല. അപ്പം XP ഫാമിനായിട്ട് നമുക്ക് വേറെ ഫാം ഉണ്ടാക്കാം. ബട്ട് ബോൺ മില്ല് നമുക്ക് എന്തായാലും വേണം, കാരണം നമുക്ക് ഫുഡ് ഇല്ല. അപ്പം ഈ ഫുഡ് ഓട്ടോമാറ്റിക് ഫാം ഉണ്ടാക്കിയാലും അതിനകത്ത് ഈ വില്ലേജേഴ്സിന് കുറച്ച് തോനെ നമ്മുടെ ബോൺ മില്ല് കൊടുത്താൽ അവന്മാർ കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ഫാം ചെയ്ത് തരും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു വേൾഡ് തന്നെ കോപ്പി ചെയ്തിട്ട് വേറെ ഇതിലിട്ട് ലോഡ് ചെയ്ത്, മീൻസ് ഈ ഒരു സീഡ് തന്നെ ലോഡ് ചെയ്തിട്ട് അതിനകത്ത് സ്പെക്കിനകത്ത് കയറിയിട്ട് കണ്ടുപിടിച്ച ഒരു സ്കെൽട്ടൺ ഫാമാണ്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യണം എന്താന്ന് വെച്ചാൽ, ഇല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നെങ്കിൽ ഞാൻ ചങ്ക് ബേസിലിടും. അപ്പം ചങ്ക് ബേസിൽ ഇടാനിപ്പോൾ ചങ്ക് ബേസിലിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം ഇനി ഞാൻ വല്ലതൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എന്താണെന്നറിയോ, ഇത് കുറച്ച് ദൂരെയാണ്. കാരണം നമ്മളെ ബേസിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 646 ബ്ലോക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തുനിന്ന് ഒരു 300 സംതിങ് ബ്ലോക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതുള്ളതുകൊണ്ടുള്ള ലാഭം കണ്ടോ, ഈ ചെറുക്കന്മാരെല്ലാം വേണമെങ്കിൽ നമുക്ക് ഇനി ഭാവിയിൽ നമ്മൾ ചിലപ്പോൾ സൂ ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. അതിനകത്ത് പിടിച്ചിടാൻ പറ്റിയ ജന്തുപിടികളൊക്കെ കിട്ടിയിരുന്നു. അപ്പം അതിനു വേണ്ടിയും കൂടിയാണ്. അപ്പം ഇവിടെയാണ് ആ സ്പോണർ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഇത് ഞാൻ മാർക്ക് ചെയ്താണ് മാപ്പിൽ വെച്ചിട്ട്, ഓക്കെ, വേ പോയിന്റിൽ വെച്ചിട്ട്. അപ്പം ഇങ്ങനെ മാർക്ക് ചെയ്യും. ബട്ട് ഇതെല്ലാം ശരിക്കും ഇത് സ്പോണറിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ആണ്. ഫാമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കുറച്ച് ഇപ്പുറത്തായിട്ട് വരും. കാരണം സ്പോണറിൻ്റെ നേരെ മണ്ടക്കിനാണ് ഇത് ഞാൻ കൊണ്ടുവച്ച്. അത് ഞാൻ പിന്നെ ഫാം ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ആ ക്രിയേറ്റീവ് വേൾഡിനകത്ത് കയറി നോക്കി. ഓക്കെ, അപ്പോഴാണ് എനിക്ക് ഈ സംഭവം മനസ്സിലായത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ഷോർട്ടായിരിക്കും, കാരണം ഇന്നത്തെ എപ്പിസോഡിൽ ഇത് ചെയ്യൽ മാത്രമാണ് നമ്മൾ പ്രത്യേകിച്ചുള്ള പണി. ഓക്കെ, അപ്പം ഈ ഒരു ഇത് മണ്ടയ്ക്ക് തൊട്ട് അടിക്ക് കൊയ്യണം. അപ്പം ഞാൻ ഈ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുക്കണമെന്ന് വിചാരിക്കുന്നു. ഇനി തിരിച്ച് മുകളിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ നോ വേ. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ റീസ്പോൺ സെറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അടിയിലെത്തുമ്പം പണിപാളി. അപ്പം ആദ്യം നമ്മൾ റീസ്പോൺ സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടിക്ക് പോയിക്കും. എന്നിട്ട് സ്പോണറിൻ്റെ അകത്ത് എടുത്തെത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാൻ സ്പോണറിൻ്റെ അകത്ത് എടുത്തെത്തിയിട്ടുണ്ട്. അപ്പം പോയി കുറച്ച് അയൺ എടുത്തിക്കണ പ്രശ്നമില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്പോണറിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണും, സ്പോണറിൻ്റെ അടുത്ത് ഒരു ട്രയൽ ചാമ്പർ ഉണ്ട്. ഓക്കെ, അത് നമുക്ക് വലിയ പ്രശ്നമല്ല. നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വേണം നമ്മുടെ ഈ ഒരു ഫാം ഉണ്ടാക്കാൻ. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു സ്ഥലം ഒന്ന് ക്ലോസ് ചെയ്യണം. കാരണം ചിലപ്പോൾ നൈറ്റായി കഴിഞ്ഞാൽ മോബ് കുട്ടന്മാർ കയറി വരാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. പിന്നെ ഈ കേവ് മൊത്തം ഞാൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇനി ഞാൻ ഈ ഫാം ഉണ്ടാക്കുന്ന ചെറിയൊരു റീപ്ലേ അല്ല, ടൈം ലാപ്സ്. അപ്പം എല്ലാവരും ടൈം ലാപ്സ്.
ഉണ്ടല്ലോ നമുക്ക് ആവശ്യമുള്ള സ്കെൽട്ടൺ ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കെൽട്ടൺ ഫാം ഒരു തട്ടിക്കുട്ടൽ ഫാം ആണെന്നും പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോൺസിന് വേണ്ടിയാണ്. അപ്പം നമ്മൾ വെറുതെ വരുന്നു, കൊല്ലുന്നു, 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 ഇങ്ങനെ ഇരുന്ന് കൊല്ലാം. അത്രയേ ഉള്ളൂ ഈ ഫാമിനകത്ത്. വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഞാനൊന്നും കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് XP അല്ല, എനിക്ക് എന്ത് വേണം, ബോൺ മില്ല് വേണം. ഓക്കെ, അതിൻ്റെ കൂടെ പിന്നെ ഇങ്ങനത്തെ കുറച്ച് ചവറൊക്കെ കിട്ടും. അതിനകത്ത് ചിലതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ്. അതായത് ആരോ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പകരം ഇങ്ങനെ കൊന്ന ലാഭമാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് വേണ്ടെന്താണെന്ന് വെച്ചാൽ നമുക്ക് മുകളിലോട്ട് കയറാൻ ഒരു പാത്ത് ഉണ്ടാക്കണം. അപ്പം അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അന്നത്തെ വീഡിയോ ഞാൻ എൻഡ് ചെയ്യും. അപ്പം ഞാൻ അതും കൂടി ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാനുണ്ടല്ലോ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാനൊരു ലാഡർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. ഇതിനകത്ത് ഇവിടെ ലാഡർ വരും, ഇവിടെ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കും, വികരുത് അപ്പം ഇവിടെ ആയിരിക്കും എന്ത് വരിക എന്നറിയോ, മറ്റേ സംഭവം വരിക. അപ്പം ഇത് മൂടിട്ട്, കാരണം ഞാൻ ഇവിടെ നിന്നാണ് കൊഴിച്ച് പോയത്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഐലൻഡ്, ഇവിടെ ഇങ്ങനെ ഒരു ഐലൻഡ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസിലോട്ടൊന്ന് റിട്ടേൺ അടിക്കണം. ഞാൻ എൻ്റെ ഫാം അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം അതിനായിട്ട് നമ്മളെടുത്തുള്ളത് ബോട്ടാണ്. അപ്പം പിന്നെ ഒറ്റവട്ടം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം എവിടെ എങ്ങനെ പോകണം എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ ബാക്കിലൂടെയാണ് കിട്ടുന്നത്. അത് ഞാൻ കുറച്ച് കറങ്ങിയാണ്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഈ ഒരു സംഭവം ഞാൻ കാണുന്നത്. അപ്പം ഞാൻ ലൊക്കേഷൻ നോക്കി വന്നപ്പോൾ അങ്ങനെ കറങ്ങി വന്നു. അപ്പം ആദ്യം നമ്മളിങ്ങനെ കയറണം, തുഴയണം. അങ്ങനെ തുഴഞ്ഞ് നമ്മൾ വീട്ടിലെത്തണം. ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ, ഇത് ഭയങ്കര അടുത്താണ്. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ച നല്ല ദൂരെയാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യം നമ്മുടെ മറ്റേ ഇത് പണിഞ്ഞിരുന്നത്. അപ്പം ആ ഒരു ഐലൻഡിൽ നിന്ന് ഇതിൽ കൂടെ പോലുള്ള റൂട്ട് ഭയങ്കര സിമ്പിളാണ്. ഫുള്ള് വെള്ളത്തിലൂടെയാണ് കേട്ടോ. ഈ ഒരു സീഡിൻ്റെ മെയിൻ പ്രത്യേകതയാണ്, ഇത് ഫുള്ള് വെള്ളത്തിലൂടെയാണ്. ഓക്കെ, അപ്പം അവിടെ ഞാൻ അടയാളിട്ട് വെച്ചത് നന്നായി, മറ്റേതാകെ പണിയായേനെ. ഓക്കെ, അപ്പം അത് ഞാൻ കളയാത്തത് എൻ്റെ ഭാഗ്യം. അപ്പം ഫുള്ള് വെള്ളത്തിലൂടെ ഞാൻ നേരത്തെ വന്നപ്പോൾ കറങ്ങി പോയതുകൊണ്ട് തന്നെ എന്തായിരുന്നു, മീൻസ് ഇപ്പം നമ്മൾ പോകുമ്പോൾ എത്തുന്ന നേരെ ഓപ്പോസിറ്റ് കൂടെ ഉള്ള റിവർ കൂടെയാണ് ഞാൻ പോയത്. അപ്പം അങ്ങനെ കറങ്ങി പോയതാണ് സംഭവം. അപ്പം നമ്മുടെ വീടിൻ്റെ ഐലൻഡിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പം നീ നമ്മൾ ഇറങ്ങുക. ഇത്ര നല്ലത് ഒരു 5 മിനിറ്റ് കൂടി എടുത്തിട്ടില്ല എനിക്ക് ഇതിനകത്തുനിന്ന് പോകാൻ. ഓക്കെ, അപ്പം ഇനി എൻ്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിനകത്ത് നമുക്കൊരു ട്രീ ഫാം പണിയണം. ഓക്കെ, ഓട്ടോമാറ്റിക് ട്രീ ഫാം, ഡ്യൂപ്ലിക്കേറ്റ് അത് തന്നെ. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മളടുത്ത് TNT ഇല്ല, പിന്നെ ആക്സ് ഉണ്ടില്ല. ആക്സ് എപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആക്സ് ഉപയോഗിച്ച് ഞാൻ പിന്നെ ഒരു സ്റ്റാക്ക് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുപോയതാണ്. പിന്നെ ആ ലാഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച് അതും തീർന്നു. ഓക്കെ, അപ്പം ഞാൻ മെയിനായിട്ട് ഇവിടെ വ്യത്യാസം വരുത്തിയത് എന്താണെന്നറിയോ? കാരണം ഇവിടെയാണ് ഞാൻ മെയിനായിട്ട് വ്യത്യാസം വരുത്തിയത്. അതായത് ഇവന്മാർക്ക് 2 പേരും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റേ 2 സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു ഭാഗം മാത്രം വെച്ചിട്ടുള്ളായിരുന്നു. ബട്ട് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഇവിടെ കൂടി വെച്ച്. ഇതിനകത്ത് കുറേ പിന്നെ പ്രശ്നങ്ങളൊക്കെ വന്നു. ഓക്കെ, അപ്പം നമ്മളെടുത്തിപ്പം ബാക്കിയുള്ളത് ഇത്രയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് കുറച്ച് ക്യാരറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പണിയെടുത്തു. പക്ഷെ ഇതെന്താ പ്രശ്നം എന്നറിയോ, ഞാനിത് ഇവിടെ നിന്ന് ത്രോ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് ഞാൻ ഇങ്ങനെ ത്രോ ചെയ്യേണ്ടി, അപ്പം മാത്രമേ അത് അങ്ങോട്ട് എത്തുള്ളൂ. ഓക്കെ, അപ്പം ഇനി ഇവന്മാർക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ബോൺവിൽ ഇട്ട് കൊടുത്തിട്ട് ഇവന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കും കേട്ടോ. അപ്പം ഇവന്മാർ നല്ല പണിയെടുക്കും, എന്നിട്ട് എനിക്ക് ഫ്രീ ഫുഡ് ഉണ്ടാക്കി. ഫ്രീ ഫുഡല്ല, ഞാനും കുറച്ച് പണിയെടുക്കണം. കാരണം ബോണ് കുറച്ച് ഒപ്പിച്ചാണ്ട് ഇവന്മാർക്ക് കൊടുത്താൽ എനിക്ക് വേഗം ഫുഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവന്മാരെന്നെ ഒക്കെപ്പാടെ പണിയെടുത്തോളും. പിന്നെ ഇതിനകത്ത് ഉണ്ടായിനെ ക്യാരറ്റ് കുറച്ച് ഉണ്ടായിന്, അത് മൊത്തം ഞാൻ ഇങ്ങോട്ട് ഇട്ടു. കാരണം ഇവിടുത്തെ വില്ലേജറിനും കൂടി പണിയെടുക്കാൻ വേണ്ടി. ഇപ്പം പണിയില്ലാതിരിക്കുന്നു. ഓക്കെ, പിന്നീട് ഒരു സംഭവം ഉണ്ടായിടേ, എന്താ അറിയോ, ഞാൻ ഒരു ചെറിയ വില്ലേജറിനെ അവിടുന്ന് ബ്രീഡ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരികയാണ്. അപ്പം ഞാനിത് ഓർക്കാതെ ഞാൻ അവിടെ മറ്റേ സാധനം ഉണ്ടല്ലോ, ട്രാപ്പ് ഡോർ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അവിടെ ആ ട്രാപ്പ് ഡോർ വെക്കാൻ മറന്നുപോയി. ഒന്ന് രണ്ടാമത്തെ ചെറിയ വില്ലേജർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാനും പറ്റും. അപ്പം ഞാനത് പൊട്ടിച്ച് കൊടുത്തപ്പോഴാണ് ഉള്ളിലുണ്ടായിരുന്ന വില്ലേജർ പുറത്തേക്കും, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഈ ഒരു കുട്ടി വില്ലേജർ അപ്പുറത്തും പോയത്. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇവൻ വലുതായി, ഈ കുട്ടി വില്ലേജർ വലുതായിട്ട് എന്താ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവനും ഫാർമിന്റെ ജോബി അവിടെ നിന്ന് എടുത്ത് ഇവർ 2 പേരും കൂടി ബ്രീഡായി ലാസ്റ്റ് 4 വില്ലേജേഴ്സാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇന്റെ പൊന്നോ. എന്നിട്ട് മറ്റേ പൂച്ചയൊക്കെ സ്പോണാവാൻ തുടങ്ങി. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് എല്ലാത്തിനും അങ്ങോട്ട് പിടിച്ച് തട്ടി. അതിനായിട്ട് പുതിയൊരു വില്ലേജറിനെ പിടിച്ച് കൊണ്ടുവന്നിട്ട്
ഇതിനകത്ത് ഇട്ടു. ഞാൻ ഇവനെ തട്ടിയിട്ടില്ല, അതുപോലെ തന്നെ ഉള്ളിലുള്ളവൻ തട്ടിയില്ല. ഞാൻ കൊണ്ടുവന്ന ചെറിയ വില്ലേജറിനെയും പിന്നെ ബ്രീഡായ വില്ലേജറിനെയും ഞാൻ കൊണ്ട് തട്ടി. ഓക്കെ, അപ്പം ഈ പറയുന്ന നേരം കൊണ്ട് ഇതിനകത്ത് ഈ മണ്ടകൊണാപ്പൻ ഒന്നും ഇടുന്നില്ലടേ. അതെന്താ വെച്ചാൽ ബ്രീഡായപ്പോൾ ഇവൻ കൂടുതൽ ഇതെന്ത് കൊടുത്തു, മറ്റവന് കൊടുത്തു, ഏത് ബ്രീഡാവാൻ വേണ്ടി കൊടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ്റെ ഇൻവെൻട്രി ഫുൾ ആവാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു വേണ്ട, കാരണം റിസൾട്ടിന് കാത്തുകാനും വയ്യ. ഓക്കെ, അപ്പം പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നും ഞാൻ വേ പോയിന്റ് ആഡ് ചെയ്തിട്ടില്ല, കാരണം ഇവിടെ നമുക്ക് പിന്നെ നടന്നു വരാനുള്ളൂ. പിന്നെ ഞാൻ ഇനി പാത്തൊക്കെ ആഡ് ചെയ്യണം. അപ്പം അതൊക്കെ നമ്മൾ ബിൽഡിംഗ് ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുള്ള് ഫാമാണ് സെറ്റാക്കി ബേസ് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു എപ്പിസോഡ് നമുക്ക് ബിൽഡിംഗ് ഒക്കെ ഒപ്പിക്കാം. ബട്ട് ബിൽഡിംഗ് ഒപ്പിക്കാൻ നമ്മൾ റീപ്ലേ ഇടുമ്പോൾ അതിനൊരു രസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് റീപ്ലേ കയ്യിനകത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പം ഇന്നത്തെ സിമ്പിൾ ഫാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആ ഫാമിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞോ, കാരണം ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ പേർക്കും അറിയില്ല എങ്ങനെയാണ് സിമ്പിളായിട്ട് ട്യൂട്ടോറിയൽ ഫാം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ വക ടാറ്റാ.